അമൃതവേണി ലൈഫ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഈ ഓണത്തിന് തൃശൂരിനെ കുളിരണിയിക്കാൻ ഇതാ വരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വാട്ടർഫോൾസ്. DJ അമ്യൂസ്മെന്റ്സ് ഒരുക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ ആവേശമണപൊട്ടുന്ന കിടിലൻ റൈഡുകളും ഷോപ്പിംഗിനായി ആകർഷകമായ സ്റ്റാളുകളും നാവിലൂറും വിഭവങ്ങളുമായി വിശാലമായ ഫുഡ് കോർട്ടും നിങ്ങൾക്കായി ഒരുക്കുന്നു. തവണത്തെ ഓണം നമുക്കൊരുമിച്ച് DJ അമ്യൂസ്മെന്റ്സിനൊപ്പം ആഘോഷമാക്കാം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് തള്ളി. നിലവിലുള്ള ഡാമിലെ ജലസംഭരണ നിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് തമിഴ്നാട് ആവർത്തിച്ചാവശ്യപ്പെട്ടു. ചെന്നൈയിൽ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് തർക്കമുണ്ടായത്. നിലവിലുള്ള ഡാമിലെ ജലനിരപ്പ് ഉയർത്തുന്നതിന് സുരക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് വിദഗ്ധ സമിതിയും കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് തമിഴ്നാട്ടിലെ ഊർജ്ജമന്ത്രി CTR നിർമ്മൽകുമാർ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതുതായി നിർമ്മിക്കുന്ന അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്നും അണക്കെട്ടിന്റെ നിർമ്മാണ ചെലവ് കേരളം വഹിക്കാമെന്നും അണക്കെട്ടിന്റെ മാതൃകാ നിർമ്മാണം, സ്ഥാനം എന്നിവ തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരുന്നു. പഞ്ചസാര വില വർധന നിയന്ത്രിക്കാൻ 10 ലക്ഷം ടൺ അസംസ്കൃത പഞ്ചസാര ഇറക്കുമതി ചെയ്യുന്നു. തീരുവരഹിത ഇറക്കുമതിക്കാണ് അനുമതി. 2 മാസത്തിനിടെ രാജ്യത്ത് പഞ്ചസാര വില കുതിച്ചുയർന്നിരുന്നു. ഓണക്കാലത്ത് കേരളത്തിൽ പഞ്ചസാരയുടെ വില കിലോയ്ക്ക് 59 രൂപ വരെയാണ് ഉയർന്നത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിലും മറ്റും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസും സുരക്ഷാ സേനയും നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ 5 അംഗ ഉന്നതാധികാര സമിതിക്ക് സുപ്രീംകോടതി രൂപം നൽകി. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സുഭാഷ് റെഡ്ഡി സമിതിക്ക് നേതൃത്വം നൽകും. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രവിശങ്കർ ധാ, ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ഷാലേന്ദർ കൌർ, മുൻ CBI ഡയറക്ടർ ഋഷികുമാർ ശുക്ല, മേഘാലയയിലെ റിട്ടയർഡ് DGP LR ബിഷ്ണോയി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. 6 ഇന്ത്യക്കാരുള്ള കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചി. തുർക്കി സൈന്യത്തിനായുള്ള ആയുധങ്ങളുമായി പോയ കാമറൂൺ പതാകയുള്ള MV ലുത്തുഫ് എന്ന ചരക്കു കപ്പലാണ് സോമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. കപ്പലിലെ 10 അംഗ ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. ദേശീയപാതയുടെ മധ്യഭാഗത്തു നിന്ന് 40 മീറ്ററിനുള്ളിൽ വീടുകൾക്കും 75 മീറ്ററിനുള്ളിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അനുമതി നൽകരുതെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ കേരളം അപ്പീൽ നൽകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഉത്തരേന്ത്യയിലുണ്ടായ വിവിധ വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള വിധി ജനസാന്ദ്രത കൂടുതലുള്ള കേരളത്തെ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി KM ഷാജി. ഈ സ്കൂളുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. തുടർഭരണത്തോടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം ശിഥിലീകരിക്കപ്പെട്ടെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളന സംഘടനാ റിപ്പോർട്ട്. സംഘടനാ പ്രവർത്തനവും മെമ്പർഷിപ്പ് പ്രവർത്തനവും മോശമായി. കീഴ്ഘടകങ്ങൾ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നില്ല. യുവജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐയെ സജീവമാക്കണമെന്നാണ് നിർദ്ദേശം. KPCC അധ്യക്ഷ പദവിയിലേക്ക് മുഴുവൻ സമയ നേതാവ് വേണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ ഉന്നത നേതാക്കളെ കണ്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി സോണിയാഗാന്ധിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന്റെ അവധി അപേക്ഷയിൽ വീഴ്ച വരുത്തിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ ട്രൈബ്യൂണൽ വിസമ്മതിച്ചു. വിശദമായ മറുപടി സമർപ്പിക്കുവാൻ സർക്കാരിന് സാവകാശം അനുവദിച്ചു. കേരള സർവകലാശാലയിൽ ലോ കോളേജുകളിലെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിലെ അപാകതകൾ പരിശോധിക്കാൻ നടപടികളുമായി വൈസ് ചാൻസലർ. സമീപകാലത്ത് നടന്ന പുനർമൂല്യനിർണ്ണയത്തിന്റെയും ഉത്തരക്കടലാസുകളുടെയും വിവരങ്ങൾ പരീക്ഷാ കൺട്രോളറോട് VC റിപ്പോർട്ട് തേടി. പുനർമൂല്യനിർണ്ണയത്തിൽ വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ വീഴ്ചകൾക്കെതിരെ SFI പ്രതിഷേധവുമായി രംഗത്തെത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് 74 പേർ കൂടി അറസ്റ്റിലായതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ എന്ന് പുനർനാമകരണം ചെയ്യാൻ KMRL MD ലോക്നാഥ് ബെഹ്റ സംസ്ഥാന സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു.
ഇതേസമയം കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള ശുപാർശ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് ഹൈബി ഈഡൻ MP മുഖ്യമന്ത്രി വി.ഡി. സതീശന് കത്തയച്ചു. പുലിക്കളിക്കെതിരായ വിമർശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടനും എഴുത്തുകാരനുമായ വി.കെ. ശ്രീരാമൻ. തൃശൂരിലേത് സിംഗിൾ തീം കാർണിവലാണെന്ന് മനസ്സിലാക്കാതെയുള്ള അഭിപ്രായ പ്രകടനം പക്വതയുള്ളതായിരുന്നില്ലെന്നാണ് ഖേദക്കുറിപ്പ്. ഈ ഓണം കളറാവട്ടെ പുളിമുട്ടിൽ സിൽക്സ്. UDF സർക്കാർ അധികാരത്തിലെത്തി 3 മാസം കഴിഞ്ഞപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറിയായി മന്ത്രി നിർദ്ദേശിച്ച CS ശരത് ചന്ദ്രനെ PSI നിയമിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകി. വാദപ്രതിവാദങ്ങൾക്കിടെ കോടതി നടപടികൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച അഭിഭാഷകന് കോടതികളിൽ വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി. അഡ്വക്കേറ്റ് മാത്യൂസ് ജെ നെടുമ്പാറയെയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിലക്കിയത്. തൃശൂരിൽ ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ അവതരിപ്പിച്ച മിസ്സ നാടകത്തിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. അടിയന്തരാവസ്ഥയിലെ പീഡനത്തിനിരയായ സ്നേഹലത റെഡ്ഡിയുടെ കഥ പറയുന്ന നാടകത്തെ സദാചാര കണ്ണടയിലൂടെ കണ്ട് വിമർശിക്കുന്നവർ അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് സനോജ് ആരോപിച്ചു. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെ വിലക്കയറ്റം തടയാൻ സപ്ലൈകോ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം കലൂരിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ ബസ് സർവീസും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷിനെ മരട് പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത ദിവസങ്ങളിൽ റെക്കോർഡ് വിവാഹങ്ങൾ. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഓഗസ്റ്റ് 23-ന് 429 വിവാഹങ്ങളും ഓഗസ്റ്റ് 30-ന് 342 വിവാഹങ്ങളും സെപ്റ്റംബർ 13-ന് 328 വിവാഹങ്ങളുമാണ് നടക്കുക. കാസർകോട് കാലിക്കടവ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ MDMA കേസിൽ 4 പ്രതികളെയും 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൾ സലാം, PA അബ്ബാസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. എന്നാൽ തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് പ്രതികൾ പറഞ്ഞു. വടകര MDMA കേസിൽ നിരപരാധിയാണെന്ന് പ്രതിയായ അധ്യാപിക കാവ്യ. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കേസിൽ പെട്ടുപോയതാണെന്നുമായിരുന്നു കാവ്യയുടെ പ്രതികരണം. വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴായിരുന്നു കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെതിരെ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 2 CPM അംഗങ്ങളുടെ നിലപാടാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിർണായകമായത്. CPM കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നതോടെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനുള്ള ക്വാറം തികഞ്ഞില്ല. പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായ C. രാധാകൃഷ്ണനെ മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ പ്രസ്ഥാനമായ മാക്ട വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചു. സംവിധായകൻ ലാൽ ജോസ് C. രാധാകൃഷ്ണനെ പൊന്നാട അണിയിക്കുകയും മാക്ട ചെയർമാൻ ജോഷി മാത്യു വിശിഷ്ടാംഗത്വ ഫലകം സമർപ്പിച്ച് ആദരിക്കുകയും ചെയ്തു. പത്തനംതിട്ടയിൽ 75-കാരിയെ കൊലപ്പെടുത്തിയതിന് മകൻ ടിജോ തോമസ്, ടിജോയ്ക്കൊപ്പം താമസിച്ചിരുന്ന 37-കാരിയായ റിൻസിമോൾ എന്നിവരെ പത്തനംതിട്ട കോയിപ്രം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻ മണിയെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെ RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നുവെന്ന് VD സവർക്കറുടെ ഉറ്റബന്ധു കോടതിയിൽ. VD സവർക്കർക്കെതിരായ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനെതിരെ സവർക്കറുടെ ബന്ധുവായ സാത്യകി സവർക്കർ നൽകിയ ക്രിമിനൽ അപകീർത്തി കേസ് പരിഗണിക്കവെയാണ് വെളിപ്പെടുത്തൽ. സവർക്കർ ഗോഡ്സെ കുടുംബങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഗാന്ധി വധക്കേസിൽ നാഥുറാം ഗോഡ്സെയ്ക്ക് പുറമെ ഗോപാൽ ഗോഡ്സെയും VD സവർക്കറും പ്രതി ചേർക്കപ്പെട്ടിരുന്നെന്നും സാത്യകി സ്ഥിരീകരിച്ചു. ഗാന്ധി വധത്തിന് വളരെ മുൻപേ നാഥുറാം ഗോഡ്സെ RSS വിട്ടിരുന്നു എന്ന സംഘടനയുടെ നിലപാടിന് വിരുദ്ധമായാണ് കോടതിയിലെ ഈ വെളിപ്പെടുത്തൽ. സ്വകാര്യ ആശുപത്രികളിലെ സാമ്പത്തിക ചൂഷണവും അനിയന്ത്രിതമായ ചികിത്സാ ചെലവുകളും നിയന്ത്രിക്കാൻ ശുപാർശകളുമായി പാർലമെന്ററി സ്ഥിരം സമിതി.
രാജ്യസഭാ MP പ്രൊഫസർ രാംഗോപാൽ യാദവിന്റെ അധ്യക്ഷതയിലുള്ള ആരോഗ്യ കുടുംബക്ഷേമ പാർലമെന്ററി സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. ഒഡീഷ തലസ്ഥാനമായ ഭുവനേശ്വറിൽ പോലീസും ഓൺലൈൻ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ സംഘർഷം. 400 ഓട്ടോറിക്ഷകളും ടാക്സികളും പോലീസ് പിടിച്ചെടുത്തു. വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാൻ ഗതാഗത വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഗതാഗതം തടസ്സപ്പെടുത്തി അക്രമാസക്തരായി സമരം ചെയ്തതിനെതിരെയാണ് പോലീസ് നടപടി. ആഗോള മദ്യനിർമ്മാണ കമ്പനിയായ പെർനോഡ് റിക്കാർഡിന്റെ ബംഗളൂരുവിലെ പ്ലാന്റിൽ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ പരിശോധന. മദ്യ ബ്രാൻഡുകളായ ബ്ലെൻഡേഴ്സ് പ്രൈഡ്, റോയൽ സ്റ്റാഗ് എന്നിവയുടെ സാമ്പിളുകൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. $4000 കോടി മദ്യ വ്യവസായമാണ് പെർനോഡ് റിക്കാർഡ് ഇന്ത്യയിൽ നടത്തുന്നത്. മുംബൈയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർതൃമാതാവും കൊട്ടേഷൻ ഏറ്റെടുത്ത വീട്ടുജോലിക്കാരിയും അടക്കം 5 പേർ അറസ്റ്റിൽ. മുംബൈ ഘാട്ട്കോപ്പർ സ്വദേശിയായ സ്വപ്ന ഗാഞ്ചിയുടെ കൊലപാതക കേസിലാണ് സ്വപ്നയുടെ ഭർതൃമാതാവായ ധനലക്ഷ്മി ഗാഞ്ചി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മരുമകൾ ഗാർഹിക പീഡന കേസ് ഫയൽ ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം. മഹാരാഷ്ട്രയിലെ സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദാദാ ഭോസയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് പാർട്ടി കൺവീനർ അഭിജിത് ദീപ്കെ. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് അഭിജിത്ത് രാജി ആവശ്യം ഉന്നയിച്ചത്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ 2 റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ റദ്ദാക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ജാർഖണ്ഡ് ഹൈക്കോടതി. ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജികളിലാണ് ഉത്തരവ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീറിനെ ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഇത്. 11 കക്ഷികളുള്ള പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും റിട്ടയേർഡ് ആർമി കേണലുമായ ഒലി അഹമ്മദിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം വിജയിച്ചത്. റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൈലന്റ് എയർപോർട്ട് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ആദ്യഘട്ടം അന്താരാഷ്ട്ര ടെർമിനൽ 5-ലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇവിടെ ഇനി അനൗൺസ്മെന്റുകൾ ഉണ്ടാകില്ല, പകരം സ്ക്രീനിൽ എഴുതി കാണിക്കും. ഇറാന്റെ മിസൈൽ ഭീഷണി മൂലം UAE-യിൽ നിന്നുള്ള വിമാന സർവീസുകൾ പ്രതിസന്ധിയിലായി. എമിറേറ്റ്സ്, എത്തിഹാദ്, എയർ അറേബ്യ, ഫ്ളൈ ദുബായ് എന്നീ പ്രമുഖ UAE വിമാന കമ്പനികളും നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികളും സർവീസുകൾ റദ്ദാക്കി. ചിലത് സമയം പുനഃക്രമീകരിച്ചു. അമേരിക്ക കീഴടങ്ങണമെന്ന് ഇറാൻ. തങ്ങളുടെ മേഖലയിൽ നിന്ന് അമേരിക്ക സ്ഥലം വിടണമെന്നും ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ കാര്യങ്ങൾ ഇനി ഇറാൻ നിശ്ചയിക്കുമെന്നും ഇറാൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ കമ്മീഷൻ മേധാവി അവകാശപ്പെട്ടു. പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ 200 കിടക്കകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ ഇന്ത്യ 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന ആശുപത്രിക്കായി തറക്കല്ലിട്ടു. ജനീൻ ഗവർണറേറ്റിലാണ് ഇന്ത്യയുടെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിലെ ആദ്യ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 137 റൺസെടുത്തപ്പോൾ 19 പന്തുകൾ ബാക്കി നിൽക്കെ തൃശൂർ ലക്ഷ്യം കണ്ടു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും PV സിന്ധുവും പ്രീ ക്വാർട്ടറിൽ പുറത്തായി. ഇന്തോനേഷ്യയുടെ ആൽവെ ഫർഹാനോടായിരുന്നു ആയുഷിന്റെ തോൽവി. വനിതാ സിംഗിൾസിൽ 2ാം ഗെയിം നേടിയ PV സിന്ധു 3ാം ഗെയിമിൽ ചൈനയുടെ വാങ് സിയുമായി പൊരുതി കീഴടങ്ങുകയായിരുന്നു. ഇംഗ്ലണ്ടിനെ സമനിലയിൽ പിടിച്ച് ഹോക്കി ലോകകപ്പിന്റെ 2ാം റൌണ്ടിൽ കടന്ന് ഇന്ത്യൻ വനിതകൾ. 60 മിനിറ്റ് നീണ്ട മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനായില്ല. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.